ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ജേർണലിസ്റ്റ് ആണ്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 17 ഷുവർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ജേർണലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ അത്ര ടഫുള്ള സബ്ജക്റ്റ് ഒന്നല്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മറ്റേ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ എഴുതുന്ന പോലെ എന്താണ് ഇങ്ങനെ എസ്സേ പോലെ എഴുതേണ്ട ഒരു കാര്യമില്ല. നമ്മളെ സോഷ്യോളജി പോലെ തന്നെ ഒരു സബ്ജക്റ്റാണ് ജേർണലിസം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ലാഗ് ഇല്ലാതെ തന്നെ പറഞ്ഞു പോവാം അല്ലേ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ പാനിങ് ആൻഡ് ടിൽറ്റിങ്. അപ്പൊ പാനിങ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഹെഡിനെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക്, അതായത് ഇടത് നിന്ന് വലത്തോട്ടോ വലത് നിന്ന് ഇടത്തോട്ടോ ഇങ്ങനെ സമാന്തരമായി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇങ്ങനെ ചലിപ്പിക്കുന്നതാണ് പാനിങ് എന്നും. ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഹെഡിനെ മുകളിൽ നിന്ന് താഴോട്ട് ലംബമായിട്ട് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ചലിപ്പിക്കുന്നതാണ് ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പാനിങ് ഹൊറിസോണ്ടലി ആണ് കേട്ടോ, ക്യാമറ ഹെഡിനെ ഹൊറിസോണ്ടലി ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, വളരെ എളുപ്പമാണ്, ചെറിയ മാർക്കിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജിംഗിൾ മീൻ. ജിംഗിൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരസ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഗാനമോ അല്ലെങ്കിൽ ശബ്ദകലയോ ആണ് എന്ത് ജിംഗിൾ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ 2 ലെൻസ് മൂവ്മെന്റ്. അതായത് 2 ലെൻസ് ചലനങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയാനാണ്. ഓക്കെ, അപ്പോ സൂം ഇന്നും സൂം ഔട്ടും അല്ലെ. ഈ ഒരു കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ സൂമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോ ഒരു ട്രീയുടെ ഫോട്ടോ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മളെ സബ്ജക്റ്റ് അപ്പോ ആരാണ്? ആ ട്രീ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രീയെ അടുത്ത് കാണാനായിട്ട് നമ്മൾ ക്യാമറ ചലിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെൻസ് സൂം ചെയ്യുന്നതാണ് എന്ത്? അതായത് സബ്ജക്റ്റിനെ അടുത്ത് കാണിക്കാനായിട്ട് ലെൻസിന്റെ മൂവ്മെന്റ് ആണ് ഒന്നാമത്തത് സൂം ഇൻ എന്ന് പറയുന്നത്. സൂം ഔട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ പൊസിഷനിലോട്ട് പിന്നീട് ആക്കുന്നത്, അപ്പോൾ വൈഡ് ആംഗിളിലായിരിക്കും സൂം ഔട്ട്. ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ 3 ടൈപ്സ് ഓഫ് ബ്ലോഗ്സ്, എക്സ്പ്ലെയിൻ. അതായത് 3 തരം ബ്ലോഗുകൾ തിരിച്ചറിയുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ബ്ലോഗുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിഷ്കരണ മാധ്യമമായ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ശക്തമായ ഓൺലൈൻ മാധ്യമമാണ് ഈ കാലത്ത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും എഴുതണം കേട്ടോ, ഒന്ന് വിശദീകരിച്ച് എഴുതുക, മാർക്കിനനുസരിച്ച് എഴുതണം കേട്ടോ. അപ്പോ ഈ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എഴുത്താണ് കേട്ടോ. ബ്ലോഗ് വേറെയാണ്, വ്ലോഗ് വേറെയാണ്. ഓക്കെ, ബ്ലോഗ് എന്ന് പറയുന്നത് എഴുത്താണ്. ഓക്കെ, വ്ലോഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്നീ കാണുന്ന വീഡിയോകൾ അല്ലെ, വീഡിയോസ് ആണ് എന്ത് വ്ലോഗ്. ബ്ലോഗും വ്ലോഗും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോ ഇതെന്താണ്? 3 തരത്തിലുള്ള ബ്ലോഗാണ് നമുക്കുള്ളത്. ഒന്നാമതായിട്ട് വ്യക്തിഗത ബ്ലോഗ്. അതായത് വ്യക്തികൾ എന്താണ് തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ പറ്റി രേഖപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ഡയറി കുറിപ്പുകളാണ് നമുക്ക് എന്ത് പറയാം? വ്യക്തിഗത ബ്ലോഗ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യാം അല്ലെ. അപ്പോൾ ഇതിനെന്തുണ്ട്? ഇതിന് കമന്റ് ബോക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇതെന്ത് ചെയ്യണം? ഈ ബ്ലോഗ് പങ്കുവെക്കുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോഗിൽ പങ്കുവെക്കുന്ന വിവരങ്ങൾക്കാണ് പോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇതിന് കമന്റ് ചെയ്യാൻ കമന്റ് ബോക്സ് ഉണ്ട്, അതായത് ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബ്ലോഗ് നമ്മൾ പറഞ്ഞു പേഴ്സണൽ ബ്ലോഗ് അല്ലെങ്കിൽ വ്യക്തിഗത ബ്ലോഗ് എന്നുള്ളത്. മൈക്രോ ബ്ലോഗ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു പുതിയ പ്രവണതയാണ്. അതായത് ഒരു വിഷയത്തെ പറ്റിയിട്ട് അധികം വിവരിച്ചെഴുതാതെ ചുരുക്കി വിവരിക്കുന്നതാണ് എന്ത്? മൈക്രോ ബ്ലോഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ ബ്ലോഗിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പം ചെറിയ ഒരു വിശദാംശത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കോർപ്പറേറ്റ് ബ്ലോഗാണ്. ഓക്കെ, ഇതെന്താണ്? പൊതുജനങ്ങളിലേക്ക് കോർപ്പറേറ്റ് കമ്പനീസിന്റെ ആശയങ്ങൾ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ത്? അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കോർപ്പറേറ്റ് ബ്ലോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ്, ബ്രാൻഡ്, വിശ്വസ്തത വളർത്തുക, അതുപോലെ തന്നെ ജനങ്ങളോടുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കോർപ്പറേറ്റ് കമ്പനീസ് അത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമാണ് അല്ലെ. അടുത്തത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ലെറ്റർ ആൻഡ് മെമോ. അതായത് കത്തും മെമ്മോയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പൊ മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അതായത് നേരോ റേഞ്ചസിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് വൈഡർ കൺസെപ്റ്റ് അല്ല മെമ്മോ എന്ന് പറഞ്ഞാൽ. ഇന്റേണൽ ആവശ്യങ്ങൾക്ക്, അതായത് ഇന്റേണൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കമ്പനികളിലൊക്കെ അവരുടെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെമ്മോ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നതാണ് ഈ മെമ്മോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു നേരോ വ്യൂ ആണ്. പക്ഷേ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? വൈഡ് റേഞ്ച് ആണ്. അതായത് ലെറ്റർ പലതരത്തിലുണ്ടാവാം അല്ലെ.
കമ്മ്യൂണിക്കേഷൻ, അതായത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം, പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ യൂസ് ചെയ്യാം, അതുപോലെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ ലെറ്ററും മെമ്മോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മെമ്മോ എന്ന് പറയുന്നത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷെ ലെറ്റർ എന്ന് പറയുന്നത് വൈഡ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. ചെറിയ മാർക്കിനായിരിക്കും ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എബിലിറ്റീസ് ഓഫ് റേഡിയോ ജോക്കി. അതായത് ഒരു റേഡിയോ ജോക്കി ആകാൻ വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് എന്ത് പറയാം, നല്ല ഭാഷാശേഷി, ലാംഗ്വേജ് എബിലിറ്റി വേണം അല്ലേ. നെക്സ്റ്റ് എന്താണ്, നല്ല വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പപ്പായ, നിങ്ങൾക്കറിയോ പപ്പായ എന്ന് പറഞ്ഞാല്, ഓക്കെ, പപ്പായ അല്ലെങ്കിൽ വാട്ടർമെലോൺ, അതിന് പറയുന്ന പേര് വേറെ ആയിരിക്കും അല്ലെ, ആ ഒരു വാക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് നമ്മളെ കേരളത്തിന്റെ നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ അവിടേക്ക് എന്താ പറയാ, നിങ്ങൾ എന്താ പറയാറ്, നിങ്ങളെ സ്ഥലം കൂടെ പറയണം കേട്ടോ, എന്നാലാണ് മിസ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും വാക്കുകൾ, ഉച്ചരിക്കുന്ന വാക്കുകൾ പലതിനും പലതായിരിക്കും. അപ്പോൾ വൊക്കാബുലറി നന്നായിരിക്കണം, അതായത് ഓരോരുത്തർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രസന്ന ഭാവം, അതായത് ഓരോരുത്തരും ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, വിശകലന ശേഷി, അതായത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ്. ഓക്കെ, അടുത്തത് എന്താണ്, ന്യൂസ് സെൻസ് ആണ്. ഓക്കെ, അതുപോലെ നല്ല ശബ്ദം, അതായത് ശബ്ദത്തിന്റെ മോഡുലേഷൻ, റിതം, ഉച്ചാരണം, ഇമോഷൻ തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ FM ഒക്കെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവരുടെ ശബ്ദം അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. നമ്മളെ പിടിച്ചിരുത്തി പോകും അല്ലെ, കേൾക്കാൻ നമ്മൾ എന്താണ്, കാതോർത്തിരിക്കും അവരുടെ ശബ്ദം. അങ്ങനെയാണ്, അതാണ് ഒരു റേഡിയോ ജോക്കിക്ക് വേണ്ട കഴിവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 7th ആണ്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ലേഔട്ട്. ലേഔട്ടിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു മാഗസീന്റെ രൂപകൽപ്പനയുടെ ധർമ്മങ്ങൾ, അതായത് ഒരു മാഗസീൻ എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും എന്ത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് എന്ത്, വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കൽ, അതായത് ഓരോ മാഗസീൻ കുറച്ചുകൂടെ കളർഫുൾ ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടാവും അല്ലെ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒന്നെന്താണ്, വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കലാണ് ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാഗസിന്റെ എല്ലാ പേജുകളും അതിന്റെ മുക്കും മൂലയും വായനക്കാരുടെ ശ്രദ്ധയാകർഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എന്താണ്, സവിശേഷത പരിചയപ്പെടുത്തൽ, അതായത് ഒരു പേജിന്റെ ഉള്ളടക്കം എന്താണ്, അതിന്റെ ദൃശ്യത കൊണ്ട് വായനക്കാർക്ക് മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് ടീച്ചേഴ്സ് നന്നായിട്ട് വായിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതാണ് രണ്ടാമതായിട്ട് ഇവിടെ എന്താ പറഞ്ഞേ, സവിശേഷത പരിചയപ്പെടുത്തലാണ്. മൂന്നാമതായിട്ട് എന്താണ്, ഉള്ളടക്കത്തെ പ്രകാശപൂർണമാക്കാനും വർണ്ണിക്കാനും കഴിയണം. അതായത് നമ്മൾ എന്താണ് ആ മാഗസീൻ കൊണ്ട് ഉദ്ദേശിച്ച് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പ്രകാശപൂർണമാക്കാനും അതുപോലെ തന്നെ അതിനെ വർണ്ണിച്ച് എഴുതാനും, അതായത് നമ്മൾ ഭംഗിയിൽ എഴുതാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, വായനക്കാരെ വശീകരിക്കണം. അതായത് അതെങ്ങനെയാണ്, ഓരോ പേജും ആകർഷത്വം കൊണ്ട് എന്താണ്, വ്യത്യസ്തതയും കൊണ്ട് വായനക്കാരെ വശീകരിക്കുന്നതാവണം. അതായത് പേജുകൾ മാറ്റിവെക്കാതെ വായന തുടരാൻ നമ്മൾ അതിനെ പ്രേരിപ്പിക്കണം. അതായത് ഇപ്പോൾ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ ബുക്ക് മാറ്റിവെക്കും. പക്ഷെ അങ്ങനെ ആവരുത്. ഓരോ പേജും എന്താണ്, വായനക്കാർക്ക് തുടർന്ന് വായിക്കാനുള്ള പ്രോത്സാഹനം നൽകണം എന്നുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തലക്കെട്ടുകൾ കൊടുക്കണം കേട്ടോ. പിന്നെന്താണ്, മാഗസീന്റെ സവിശേഷത പ്രകടിപ്പിക്കൽ. അപ്പൊ ഇതൊക്കെയാണ് എന്തിന്റെ ധർമ്മം, ലേഔട്ടിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാഗസീന്റെ സവിശേഷത പ്രകടിപ്പിക്കൽ, അതായത് എന്താണ് ഈ മാഗസീന്റെ സ്വഭാവം. ഓക്കെ, അതാണ്. അപ്പോൾ മാഗസീന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ലേഔട്ടിന്റെ ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുക. പിന്നെന്താണ്, സവിശേഷത പരിചയപ്പെടുത്തുക. പിന്നെന്താ, ഉള്ളടക്കത്തെ പ്രകാശപൂർണമാക്കാനും വർണ്ണിക്കാനും കഴിയണം. അതുപോലെ വായനക്കാരെ വശീകരിക്കുന്നു. പിന്നെ മാഗസീന്റെ സവിശേഷത പ്രകടിപ്പിക്കൽ. ഇതാണ് എന്ത്, മാഗസീന്റെ ലേഔട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേഔട്ടിന്റെ ധർമ്മങ്ങൾ ഇതൊക്കെയാണ്. ഇതാണ് ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 6 ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. അതായത് പരസ്യങ്ങളുടെ 6 പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് പറയേണ്ടത് എന്താണ്, വിവരവിനിമയമാണ്, ടു ഇൻഫോം. അതായത് പരസ്യങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങളിലോട്ട് വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഷോപ്പുകൾ ഓഫേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരെന്താണ്, പരസ്യം ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അവർ ഓഫർ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അല്ലേ. അപ്പൊ ആദ്യം തന്നെ വിവരവിനിമയം, ടു ഇൻഫോം ആണ് കേട്ടോ.
സെക്കൻഡ് ആയിട്ട് എന്താണ്, ടു എഡ്യൂക്കേറ്റ്, ബോധിപ്പിക്കുക, ജനങ്ങളിലോട്ട് എന്താണ് അവർ എന്താണോ ആശയം കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അത് ബോധവൽക്കരണം ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ ഗവൺമെന്റിന്റെ പല ഏജൻസികളും എന്താണ്, ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ്, ലഹരിയുടെ ഉപയോഗം അല്ലേ, അതെന്താണ് നമ്മളെ പല പ്രശ്നങ്ങളിലോട്ട്, മാരകമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട്, ആരോഗ്യ പ്രശ്നങ്ങളിലോട്ട് നയിക്കും എന്നുള്ള ഒരു ബോധവൽക്കരണം, അതുമാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ഓക്കെ, ബോധവൽക്കരണം എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് എന്താണ്, ആവശ്യകത സൃഷ്ടിക്കുക, ക്രിയേറ്റ്സ് ഡിമാൻഡ്. അതായത് ഈ പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർലിക്സിന്റെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ബൂസ്റ്റിന്റെ ഒക്കെ പരസ്യം നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിൽ പോയി അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് വാങ്ങാനുള്ളൊരു ടെൻഡൻസി കൂടും എന്നുള്ളതാണ്. അപ്പൊ ആവശ്യകത സൃഷ്ടിക്കുക എന്നുള്ളതാണ് പരസ്യത്തിന്റെ അടുത്തൊരു ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്, ഐഡിയയുടെ നോ ഫൂളിംഗ് ഇന്ത്യ. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, ഈ പരസ്യ ക്യാമ്പയിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 3G സേവനങ്ങൾക്കും വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾക്കും ആവശ്യകത സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. അതായിരുന്നു, കാരണം അന്ന് 3G ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. അതുപോലെ വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങൾ വാങ്ങിക്കോളൂ അല്ലേ. അപ്പൊ അതാണ് അവരുടെ ക്യാമ്പയിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആവശ്യകത സൃഷ്ടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് എന്താണ്, മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുക, എൻഹാൻസസ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും പരസ്യമുണ്ട്, എല്ലാത്തിനും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ഓരോരുത്തരും ഓരോ കാര്യത്തിൽ പിടിച്ചു നിൽക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈലിന്റെ കാര്യം എടുക്കാൻ നമുക്ക്, ഇപ്പോൾ സൂമിങ്ങിന് നിങ്ങൾക്ക് സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരിക, ഏത് ഫോണായിരിക്കും, സാംസങ് S23 അൾട്ര അല്ലെങ്കിൽ S22 അൾട്രയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ സൂമിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്പൊ അതാണ് നമ്മളെ മൈൻഡ് നോക്കണം നിങ്ങൾ. ഓക്കെ, പരസ്യം അത്രയും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യമൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഐഫോൺ അല്ലേ, അങ്ങനെ ഒരു മൈൻഡ് അല്ലേ. അപ്പോൾ മത്സരത്തെ പരിപോഷിപ്പിക്കാനും നമ്മുടെ പരസ്യങ്ങൾ കൊണ്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാല് എസ്റ്റാബ്ലിഷസ് ബ്രാൻഡ് ഐഡന്റിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതാണ് പരസ്യത്തിന്റെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ ഇപ്പൊ എന്തൊരു കോമ്പറ്റീഷൻ ഏതൊരു ഫീൽഡിലും ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബ്രാൻഡുകൾ എന്താണ് എന്നും നിലനിൽക്കും, അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പരസ്യത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐഫോണിന്റെ കാര്യം തന്നെ എടുക്കുക, ഒരു ബ്രാൻഡാണ് അല്ലേ. അപ്പോൾ ഇനി എന്ത് സൊസൈറ്റിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഫോണിന്റെ വന്നാലും ഈ ഐഫോൺ പിടിച്ചു നിൽക്കും അല്ലേ, അതായത് അവരൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു, അതാണ് സംഭവം അല്ലേ. അപ്പൊ അതിന് ആളുകൾ ഉണ്ടാവും, ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവര് അതിന് തന്നെ പോകും. അപ്പൊ അവരും ബ്രാൻഡായിട്ട് മാറിയത് എങ്ങനെയാണ്, ഈ ഒരു പരസ്യത്തിലൂടെ തന്നെയാണ്. അതായത് ആളുകൾ ഉപയോഗിച്ച് അത് എന്താണ് ഷെയർ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആളുകൾക്കൊരു വിശ്വാസം വരും, അത് പിന്നീട് താല്പര്യത്തിലോട്ട് വരും. അപ്പൊ ഇതാണ് അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. ആറാമതായിട്ട് എന്താണ്, പ്രൊമോട്ട്സ് ആക്ഷൻ, വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത്, പരസ്യത്തിന്റെ അടുത്തൊരു ലക്ഷ്യം. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് AIDA എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ആണ്. പരസ്യങ്ങൾ ആദ്യം എന്താ ചെയ്യുക, ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അല്ലെ, അറ്റൻഷൻ. ഇപ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്ത നമ്മളെ ഇരുത്തി പോകുന്ന പരസ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നല്ല പരസ്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ, നല്ല മോട്ടിവേഷൻ പ്ലസ് എന്താണ് നമുക്ക് നല്ലൊരു മെസ്സേജ് ഒക്കെ തരുന്ന പരസ്യങ്ങളുണ്ട്. അപ്പൊ അറ്റൻഷൻ ആണ് പരസ്യങ്ങൾ ആദ്യം എന്താണ്, ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. സെക്കൻഡ് എന്താണ്, ഐ എന്താണ്, ഇൻട്രസ്റ്റ്. രണ്ടാമതായി എന്താണ്, പരസ്യത്തിലെ സന്ദേശത്തോട് നമുക്ക് താല്പര്യം ജനിപ്പിക്കുകയാണ്. അടുത്തത് എന്താണ്, ഡിസയർ. അതായത് പരസ്യം മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ ബോധ്യപ്പെട്ടാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം ഉടലെടുക്കും നമുക്ക്. അതായത് ഇപ്പോൾ ഒരു വല്ല പ്രോഡക്ട്സിന്റെ കാര്യമായിക്കോട്ടെ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളെ ഫേസിൽ കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവകാശവാദങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം വാങ്ങാൻ നമ്മൾ ആഗ്രഹം കാണിക്കും അല്ലേ. അടുത്തതാണ് ആക്ഷൻ. അതായത് ആഗ്രഹം വാങ്ങുക എന്ന പ്രവൃത്തിയിലേക്ക് പിന്നെ നയിക്കുന്നു. അപ്പൊ ഇതാണ് 6 പരസ്യങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് വെബ് ബ്രൗസർ ആൻഡ് സെർച്ച് എഞ്ചിൻ. അതായത് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിൽ വേർതിരിച്ച് എഴുതാനാണ്. ഇവിടെ എഴുതേണ്ടത് സെർച്ച് എഞ്ചിന്റെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ്, വെബ് ബ്രൗസർ ഒരു നാരോ കോൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെർച്ച് എഞ്ചിന് ഉദാഹരണമായിട്ട് എന്ത് എഴുതാം, ഗൂഗിൾ, യാഹു ഒക്കെ എഴുതാം. അതിന് വെബ് ബ്രൗസേഴ്സിനാണെങ്കിൽ എന്താണ്, ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, അതൊക്കെയാണ് എഴുതാൻ പറ്റുക. ഒപ്പേറ മിനി. ഓക്കെ,
അപ്പോൾ ഈ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫോർമേഷൻസിനെ എവിടെ കാണിക്കും? വെബ് പേജസിൽ കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇൻഫോർമേഷൻസ് WWW, അതായത് വേൾഡ് വൈഡ് വെബിന്റെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ സൈറ്റ്സിൽ നിന്നും ശേഖരിച്ച് നമുക്ക് ഒറ്റ പ്ലേസിൽ കാണിച്ചു തരുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് മാഗസീൻ ആൻഡ് ന്യൂസ് പേപ്പർ, അതായത് മാസികയെയും പത്രത്തെയും വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സൈസ് ആൻഡ് അപ്പിയറൻസ് ആണ്, അതായത് വലുപ്പവും രൂപവും. പത്രം എന്ന് പറഞ്ഞാൽ മാഗസീനേക്കാളും എന്താണ് വലുപ്പം കൂടുതലാണ്, അതുപോലെ തന്നെ മടക്കാൻ എങ്ങനെ വേണേലും പറ്റും. പക്ഷെ മാഗസീൻ എന്ന് പറയുന്നത് പുസ്തക രൂപത്തിലാണ് അല്ലെ. അപ്പോൾ അപ്പിയറൻസിലും സൈസിലുമാണ് ഫസ്റ്റത്തെ വ്യത്യാസം ഉള്ളത്. നെക്സ്റ്റ് ഉള്ളടക്കമാണ്, കോണ്ടന്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ പത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? വസ്തുതാപരമാണ് അല്ലെ, ഫാക്ട്സ് ആണ്. അതായത് നടന്ന കാര്യങ്ങൾ, ലോകത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് പത്രം എന്ന് പറയുന്നത്. പക്ഷെ മാഗസീൻ എന്താണ്? പെട്ടെന്ന് തന്നെ ആശയം ജനങ്ങളിലേക്ക് വിവരം കൈമാറാൻ പെട്ടെന്ന് പറ്റില്ല. എന്നാലും എന്താണ് നമ്മുടെ മാഗസീൻ, മാസിക എന്ന് പറയുന്നത് സമകാലിക വിഷയങ്ങളോട് ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്റ്റൈലാണ് അല്ലെങ്കിൽ ശൈലി, വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് ആകർഷകമായ തലക്കെട്ടുകളിൽ പത്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെ. പക്ഷേ നമ്മുടെ മാസിക ആണെങ്കിൽ എങ്ങനെയാണ്? മാസികയിൽ എങ്ങനെയാണ്? എഴുത്തുകാരുടെ തനതായ ശൈലിയിൽ എഴുതുവാനും എഴുത്തുകാരുടെ സർഗാത്മകത സ്വാതന്ത്ര്യമായി പ്രകടിപ്പിക്കാനുമുള്ള ഒരു അവസരമാണ് മാഗസീൻ നൽകുന്നത്. അപ്പൊ ശൈലി രണ്ടിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രൂപകൽപ്പന, ഡിസൈനും ലേഔട്ടും. പത്രങ്ങളുടെ ആണെങ്കിൽ വളരെ ലളിതമാണ്, അതായത് ഉള്ളടക്കം കൂടുതലായി കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് നിറങ്ങളിലാണ് നൽകാറുള്ളത്. പക്ഷെ മാഗസീൻ എന്താണ്? സങ്കീർണമാണ്, വ്യത്യസ്തമാണ്, അതുപോലെ ആകർഷകമായ രൂപകൽപ്പനയാണ് നൽകാറുള്ളത് അല്ലെ. അപ്പോ അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രത്യേക വായനക്കാര് അല്ലെ, ടാർഗറ്റ് ഓഡിയൻസ് പത്രത്തിനും മാഗസീനും വ്യത്യാസമാണ് അല്ലെ. അടുത്തത് എന്ന് പറയുന്നത് വായനാക്ഷമത, റീഡബിലിറ്റി. പത്രം നമുക്ക് എന്താണ്? ലളിതമായ ഭാഷയിൽ വസ്തുതകൾ മാത്രം പ്രാധാന്യം നൽകുന്ന ശൈലിയിലാണ്. പക്ഷേ മാഗസീനിൽ സാഹിത്യം കലരാനുള്ള ചാൻസും ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അടുത്തത് എന്താണ്? പരസ്യ പ്രദർശനമാണ്, ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് ആണ്. പത്രങ്ങളിലാണെങ്കിൽ പരസ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും മാഗസീനേക്കാൾ. അതായത് പത്രങ്ങൾ പരസ്യദാതാക്കളെക്കാൾ കൂടുതൽ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വായനക്കാർക്കാണ് അല്ലെ. നമ്മുടെ മാഗസീൻ ആണെങ്കിൽ എങ്ങനെയാണ്? കൂടുതലും പരസ്യങ്ങൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് പ്രത്യേക പേജ് വരെ അതിന് മാറ്റിയിടുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ദൃശ്യശക്തിയാണ്, വിഷ്വൽ സ്ട്രെങ്ത് ആണ്. മാഗസീനുകൾക്ക് എന്താണ്? വിവിധ വർണ്ണങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ പത്രങ്ങളാണെങ്കിൽ എന്താണ്? പേജുകൾ എങ്ങനെയായിരിക്കും? വെളുത്തതും കറുത്തതും, ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും അല്ലെ. അപ്പം ദൃശ്യശക്തി കുറവാണ് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ കാലയളവ്, ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? പത്രങ്ങളെക്കാൾ മാഗസീനുകൾ എന്താണ്? വായനക്കാർ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആവശ്യമില്ല അല്ലെ. അത് അന്ന് തന്നെ നമ്മൾ ഉപേക്ഷിച്ച് കളയും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ എഴുതേണ്ടത്? നമ്മുടെ പത്രവും മാഗസീനും തമ്മിലുള്ള വ്യത്യാസത്തിൽ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ, അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമന്റ് ദ ഡിസ്ഫങ്ഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്, പരസ്യത്തിന്റെ അപര്യാപ്തത കമന്റ് ചെയ്യുക, അതായത് വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പരസ്യങ്ങളുടെ ദോഷവശങ്ങൾ എഴുതാനാണ്. ഓക്കെ, ഒരു 4 പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് പ്രൊഡക്റ്റ് പ്രൊലിഫറേഷൻ ആണ്, അതായത് ഉൽപ്പന്നങ്ങളുടെ പെരുപ്പം എന്നുള്ളതാണ്. അതായത് പരസ്യങ്ങളുടെ സഹായത്തോടെ സമാനമായ ധാരാളം ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തുന്നത് എന്താണ്? വിഭവങ്ങളുടെ പാഴാക്കലിന് കാരണമാകും. എങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ കേസ് എടുക്കാം. അതായത് സ്മാർട്ട് ഫോൺസ് എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ കമ്പനി പിന്നെ എന്താണ്? അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ ഫീച്ചേഴ്സും ചേർത്തുകൊണ്ട് അപ്ഡേറ്റഡ് വേർഷൻസ് ഇറക്കുന്നുണ്ട്. അതെന്താണ്? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്മൾ എന്താണ് ഉപേക്ഷിച്ച് മറ്റു പുതിയ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ തേടി പോകും. ഇതെന്തിനു കാരണമാവും? ഉൽപ്പന്നങ്ങളുടെ പെരുപ്പത്തിനുള്ള കാരണമാവും. ഒന്നാമത്തെ ദോഷം അതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? ഇൻഎഫിഷ്യന്റ് മാനുഫാക്ചറിങ്, കാര്യക്ഷമമല്ലാത്ത ഉൽപാദനം. അതായത് വിപണിയിൽ നടക്കുന്ന മത്സരം, അതായത് കോമ്പറ്റീഷൻ കാരണം എന്താണ്? പല കമ്പനീസിനും അവർക്ക് പ്രോഡക്റ്റിന്റെ വില കുറച്ച് കൊടുക്കേണ്ടി വരുന്നു. അതായത് മറ്റ് കമ്പനീസുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രോഡക്റ്റിന്റെ വില കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്? ക്വാളിറ്റിയും കുറയ്ക്കേണ്ടി വരും അല്ലെ. അപ്പൊ പൈസ കുറച്ചിട്ട് അവർക്ക് ക്വാളിറ്റി കൂട്ടാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ അവരുടെ ക്വാളിറ്റിയും കുറയ്ക്കേണ്ടി വരും. ഇതെന്താണ്, ഗുണമേന്മയെ ബാധിക്കും അല്ലെ, കാര്യക്ഷമമല്ലാത്ത ഉൽപാദനത്തിന് കാരണമാകും. രണ്ടാമത്തെ കാര്യം. ഓക്കെ, മൂന്നാമത്തത് എന്താണ്, ടെൻഡൻസി ടു കൺസ്യൂം, അമിതോപയോഗം. അതായത് പരസ്യങ്ങൾ കാരണം എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കുകയാണ്. ഇതാണ് എന്ത്, കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത്, ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്നത്. അതും എന്താണ്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് ശാശ്വതമല്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പരസ്യത്തിന്റെ അടുത്തൊരു ദോഷവശം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊമോട്ട് സ്റ്റീരിയോ ടൈപ്സ്, അതായത് വാർപ്പ് മാതൃകകളുടെ പ്രോത്സാഹനം എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരസ്യങ്ങൾ എന്താണ്, സ്ത്രീകളെ രണ്ടാമതായിട്ടും പുരുഷന്മാരെ എന്താണ് ഉയർന്നതായിട്ടും കാണിക്കുന്നത് പരസ്യത്തിലൂടെ, അതും സൊസൈറ്റിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അതും ഒരു ദോഷവശമായിട്ടാണ് പറയുന്നത് കേട്ടോ. 4 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കവർ സ്റ്റോറി, അതായത് കവർ സ്റ്റോറിയുടെ പ്രാധാന്യം വിശദീകരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരു മാഗസിന്റെ മുഖലേഖനം അല്ലെങ്കിൽ ഫ്രണ്ട് പേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കവർ സ്റ്റോറി എന്ന് പറയാം. അപ്പൊ മാഗസിന്റെ ഉള്ളടക്കത്തിന്റെ അത്രയും പ്രാധാന്യം എന്തിനുണ്ട്, കവർ സ്റ്റോറിക്കും ഉണ്ട്. അതായത് ഒരു വായനക്കാരൻ ചിലപ്പോൾ കവർ സ്റ്റോറി കണ്ടിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ ഉള്ളടക്കത്തിൽ പറയുന്നത്, അത് എവിടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം, കവർ സ്റ്റോറിയിൽ അവതരിപ്പിക്കാനും കഴിയണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കവർ സ്റ്റോറിയിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ലൂമിയ ബ്രദേഴ്സ്, അതായത് ലൂമിയ ബ്രദേഴ്സിന്റെ സംഭാവന എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അഗസ്റ്റ് ലൂമിയറും ലൂയി ലൂമിയറും സംയുക്തമായി നിർമ്മിച്ച ഉപകരണമാണ് എന്ത്, സിനിമാറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഉപകരണം എന്താണ്, ക്യാമറ ആയിട്ടും പ്രൊജക്ടർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ അവര് നിർമ്മിച്ച ആദ്യ സിനിമ ഒക്കെ ഇവിടെ വിവരിച്ച് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് ചെറിയ മാർക്കിനാണ് ചോദിച്ചു കാണാറുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് യൂസർ മാനുവൽ. അതായത് ഒരു യൂസർ മാനുവലിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, നമ്മളൊരു വീട്ടിൽ ഒരു AC വാങ്ങിയെന്ന് വിചാരിക്കുക, എയർ കണ്ടീഷണർ. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഒരു മിക്സർ ഗ്രൈൻഡർ, ഇതെല്ലാം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എന്ത് കിട്ടും, യൂസർ മാനുവൽ കിട്ടും. അതായത് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് സാങ്കേതിക വശങ്ങൾ പറയുന്നതാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ്, ഒരു ബുക്ക് രൂപത്തിലാണ് ഇപ്പോൾ വരുന്നത് അല്ലെ. അപ്പോൾ അതിലെന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാകുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നാമതായിട്ട് തന്നെ എന്തുണ്ടായിരിക്കും, കവറ് അല്ലെങ്കിൽ പുറംചട്ട ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അടുത്തത് എന്താണ്, പ്രിക്വേഷൻസ്, മുന്നറിയിപ്പുകൾ ഉണ്ടാവും. അതായത് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ അടുത്തത് മൂന്നാമതായിട്ട് എന്താണ്, ടോക്ക് ടേബിൾ കോണ്ടന്റ് ആണ്, അതായത് ഉള്ളടക്കം എന്ന് പറയും. അതായത് യൂസർ മാനുവൽ ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ള ഭാഗങ്ങൾ, അതിന്റെ പേജ് നമ്പർ, അതായത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഉള്ളടക്കം. നമുക്കറിയാലോ, ഒരു ബുക്ക് മറച്ചു നോക്കുമ്പോൾ ഏത് നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ആയാലും അതിൽ ഈ പാഠം ഇന്ന പേജ് നമ്പറിലാണ് അല്ലെ, അങ്ങനെ പറയുന്നത് അതാണ് കേട്ടോ അത്. ഓക്കെ, 4th എന്താണ്, ഇൻട്രൊഡക്ഷൻ, ആമുഖമായിരിക്കും. ഓക്കെ, അടുത്തത് അബ്രീവേഷൻ, ചുരുക്കെഴുത്തുകൾ. ചിലപ്പോൾ യൂസർ മാനുവലിൽ അവർ ചെറിയ ഫോർമാറ്റ്, അതായത് കോഡ് രൂപത്തിലൊക്കെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് എന്താണ് എന്ന് പറയുന്നതാണ് അബ്രീവേഷൻ കേട്ടോ, ചുരുക്കെഴുത്താണ്. അപ്പൊ അടുത്തത് എന്താണ്, 6ാമതായിട്ട് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്, സാങ്കേതിക സവിശേഷതകൾ പറയുന്നതാണ്. ഓക്കെ, അതിന്റെ പ്രധാന ഭാഗത്തിന്റെ സവിശേഷതയൊക്കെ പറയുന്നതാണ് കേട്ടോ. അടുത്തത് വാറന്റി ആണ് 7ാമതായിട്ട് കേട്ടോ. 8ാമതായിട്ട് ഘടക ഭാഗങ്ങളാണ്, ആക്സസറീസ് ആണ്, അതിന്റെ കൂടെയുള്ള ആക്സസറീസ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് യൂസർ മാനുവലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ ഓഫ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് കോർപ്പറേറ്റ് ആശയവിനിമയത്തിന്റെ ധർമ്മങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് എഴുതേണ്ടത് കൗൺസിലിംഗ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഒന്നാമത്തെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റിസർച്ച് ആണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഗവേഷണങ്ങൾ, അതായത് ഇനി നമ്മൾ വളരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ റിസർച്ച് ആണ് അടുത്തത് കേട്ടോ. ഓക്കെ, അടുത്തത് 3ാമതായിട്ട് മീഡിയ റിലേഷൻസ് ആണ്. മാധ്യമങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രധാനമാണ് എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് എന്താണ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ 3ാമത്തത് മീഡിയ റിലേഷൻ ആണ്, മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം. ഓക്കെ, അടുത്തത് എന്താണ്, പബ്ലിസിറ്റി. അതായത് ആ കമ്പനിയെ പറ്റിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർ നൽകുന്ന മറ്റൊരാൾക്ക് നൽകുന്ന സജഷൻ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് എംപ്ലോയി റിലേഷൻ ആണ്. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും കാര്യക്ഷമത എന്താണ്, അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അല്ലെ. അപ്പോൾ ജീവനക്കാരുടെ ആശങ്കകൾ, അതായത് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അടുത്തത് അതാണ് പറയുന്നത് കേട്ടോ. 6ാമതായിട്ട് കമ്മ്യൂണിറ്റി റിലേഷൻ ആണ്. അതായത് സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമൂഹവും തമ്മിലുള്ള
ബന്ധം ഊഷ്മളമാക്കുക എന്നത് എന്താണ്? കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അഫയേഴ്സ് ആണ്. നിയമനിർമ്മാണം നടത്തുന്ന ഗവൺമെന്റുമായി എപ്പോഴും നല്ല ബന്ധം നിലനിർത്തുന്നത് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ അനിവാര്യമാണ്. ഓക്കെ, ഇത് വലിയ വലിയ കമ്പനീസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇഷ്യൂ ആണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ബിസിനസിനെ ബാധിക്കുന്ന പല പൊതുപ്രശ്നങ്ങളും അഭിസംബോധന ചെയ്ത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ചുമതലയാണ്. അതായത് മാനേജ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അഭിസംബോധന ചെയ്ത് എന്താണ് അത് പറഞ്ഞുകൊണ്ട് അത് തീർപ്പാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ റിലേഷൻ ആണ്. അതായത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്താണ്, വലിയ കമ്പനി ആണെങ്കിൽ അതിലെന്താണ് നിക്ഷേപിക്കാൻ മറ്റു പുറത്തു നിന്നൊക്കെ ആളുകൾ വരും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് വിശ്വസ്തത നിലനിർത്തുക എന്നുള്ളത് കമ്പനിയുടെ മേജർ ദൗത്യമാണ്, ഫംഗ്ഷനാണ് കേട്ടോ. അടുത്തത് എന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതായത് വ്യവസായ സ്ഥാപനങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നതും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ചുമതലകളിൽ പെട്ടതാണ്. അതായത് കമ്പനി എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, അതാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ലക്ഷ്യം. എല്ലാ മേഖലയിലും നല്ല പോലെ എന്താണ് ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. അടുത്തത് 11ാമത്തെ പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ഇവന്റ്സ് ആണ്. അതായത് പൊതു സമൂഹവുമായി നിരന്തരമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഒരു കമ്പനിയുടെ വളർച്ച എന്താണ് ഉയർത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് കേട്ടോ. 12ാമതായിട്ട്, അതായത് ലാസ്റ്റ് പോയിന്റ് ആണ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിവിധതരം പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്നതും എന്താണ് നമ്മുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പലതരത്തിലും നടക്കാം അല്ലെ. അതായത് ഇപ്പൊ സാമ്പിൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തുകൊണ്ട് ചെറിയ പാക്കറ്റ്സിലൊക്കെ ആക്കിയിട്ട്, അതായത് ഓരോ കമ്പനീസിനനുസരിച്ചിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയാണ്, പാക്കറ്റഡ് ഫുഡ്സിന്റെ കമ്പനിയൊക്കെ ആണെങ്കിൽ ചെറിയ പാക്കറ്റൊക്കെ സാമ്പിൾ ആയിട്ട് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു 12 പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, 16th ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺലൈൻ ജേർണലിസം. അതായത് ഓൺലൈൻ ജേർണലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊരു ന്യൂ ട്രെൻഡാണ്, ഒരു പുതിയ പ്രവണതയാണ് എന്ത് ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നത്. അതായത് വാർത്തകളും കാഴ്ചപ്പാടുകളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന രചനാ രീതിയാണ് എന്ത് ഓൺലൈൻ പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഏറെ പേരും എന്താണ് പത്രത്തിനേക്കാൾ, അതായത് പഠനങ്ങൾ പറയുന്നത് പത്രത്തെക്കാൾ കൂടുതലും ആളുകൾ ഓൺലൈൻ ജേർണലിസത്തെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്താണ്? ഒന്നാമതായിട്ട് എന്താ വേഗതയാണ്, അതായത് ഇമ്മീഡിയസി ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ് ഫസ്റ്റ് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് അറിയാം അല്ലെ. നമ്മൾ പത്രത്തിന് ഇപ്പൊ ഇന്ന് ഒരു ഉച്ചയ്ക്ക് നടന്ന കാര്യം അറിയണമെങ്കിൽ നാളെ രാവിലെ പത്രം വരണം അല്ലെ. അപ്പൊ അതിനെന്താണ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ വാർത്തകൾ അറിയാം എന്നുള്ളതാണ് ഓൺലൈൻ ജേർണലിസത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ എന്താണ് സമ്പർക്കം. അതായത് നമ്മളും ഓൺലൈൻ ജേർണലിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഓൺലൈൻ ജേർണലിസത്തിന്റെ പ്രത്യേകതയാണ് കമന്റുകൾ രേഖപ്പെടുത്താം എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു സവിശേഷതയാണ് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ആ വാർത്തയോട് ബന്ധമുള്ള എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ അതിനോടനുബന്ധിച്ച് കൊടുക്കുന്നതാണ് എന്ത് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുതിയ വെബ് പേജിലേക്ക് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്ത് വാർത്തകൾ കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു പ്രത്യേകതയാണ് ആർക്കീവിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 1980s ന്യൂസ് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അല്ലെ. അപ്പോ ഇന്നത്തെ കാലത്ത് എന്താണ് ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഈ ന്യൂസ് ഈ ഒരു സൈറ്റുകളിൽ നിന്ന് പോകില്ല. അന്ന് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത് എന്തിലായിരുന്നു? പേപ്പറിലായിരുന്നു. പേപ്പർ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് പോയില്ലേ. അപ്പോൾ ആർക്കീവിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ എന്തിനു സഹായിക്കും? ഭാവിയിലെ ഉപയോഗത്തിനും ഗവേഷണത്തിനുമായി വളരെയധികം വിവരങ്ങൾ സംഭരിക്കാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയാ ആർക്കീവിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് എന്തിലും എഴുതാനുള്ള ഓൺലൈൻ ജേർണലിസത്തിന്റെ സവിശേഷതയായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പബ്ലിക്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് എക്സാമ്പിൾ. ഉദാഹരണ സഹിതം ഒരു ഓർഗനൈസേഷന്റെ ആന്തരികവും ബാഹ്യവുമായ പൊതുജനങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ സാധാരണയായിട്ട് ഒരു സ്ഥാപനത്തിന് 2 തരത്തിലുള്ള പബ്ലിക്കാണ് ഉണ്ടാവുക. ഒന്നാമതായിട്ട് ഇന്റേണൽ പബ്ലിക്, 2 എക്സ്റ്റേണൽ പബ്ലിക്. അപ്പൊ ഇന്റേണൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നേരിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഇന്റേണൽ പബ്ലിക് അല്ലെങ്കിൽ ആന്തരിക പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു സോപ്പ് കമ്പനി എടുക്കാം. അപ്പൊ ആ സോപ്പ് കമ്പനിയിൽ സോപ്പ് നിർമ്മിക്കുന്നവർ എന്താണ്? അവിടുത്തെ ഇന്റേണൽ പബ്ലിക്സ് ആണ്, ഓർഗനൈസേഷന്റെ ഇന്റേണൽ പബ്ലിക്സ് ആണ്.
ഇനി എക്സ്റ്റേണൽ പബ്ലിക്സ് അല്ലെങ്കിൽ ബാഹ്യ പബ്ലിക് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഗുണ ഉപഭോക്താക്കളെയാണ് ആ സ്ഥാപനത്തിന്റെ എക്സ്റ്റേണൽ പബ്ലിക് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സോപ്പ് കമ്പനിയുടെ സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾ അവിടുത്തെ ആരാണ്? എക്സ്റ്റേണൽ പബ്ലിക്കും. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പല്ലേ? അപ്പൊ ഒരു 17 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് പഠിച്ചെടുത്തില്ലേ? ഓക്കെ ആണല്ലോ, സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതോട് കൂടിയിട്ട് നമ്മളെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ വൺ വേർഡ് നന്നായിട്ട് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിന്റഡ് മാഗസിൻ ഇൻ മലയാളം ഏതായിരുന്നു? ജ്ഞാന നിക്ഷേപം. അതുപോലെ ഫസ്റ്റ് സൗണ്ട് ഫിലിം ആലം ആറ. ഈ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. വൺ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ, DRM എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ റേഡിയോ മോണ്ടിയൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മൊത്തം നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. എക്സാമിന് വളരെ എളുപ്പമാണ്. അത്രേ ചാപ്റ്റേഴ്സും ഇല്ല, നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.